ചെരുപ്പ് പോലും ഇവിടെ കാണുന്നില്ലല്ലോ. മണി അടുത്ത് കഴിഞ്ഞു. നമ്മുടെ മൂത്ത സഹോദരി എന്ന് നേരത്തെ വരുന്നത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഓ അവിടെ വിചാരം എല്ലാം അവിടെ തലമുണ്ടേക്കണം ആക്കുന്നേന്നാ ഒന്നും പറയണ്ട. ആരും മത്തിൽ ഇത്ര നേരമായിട്ടും ഇല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. സമയം വേണ്ട, അല്പനേരം പ്രാർത്ഥിക്കാം. ജോലിയും കാര്യം, ഹോസ്പിറ്റൽ ഡ്യൂട്ടി, വീട്ടിൽ വന്ന പിള്ളേർ, വീട്ടിലെ ജോലി, ഒന്ന് സഹായിക്കാൻ ഒരു കൈത്താക്ക് പോലും തരാൻ ആരുമില്ല സിസ്റ്റർ. ഇതെല്ലാം കഴിഞ്ഞല്ലേ വരുന്ന പ്രാർത്ഥനയ്ക്ക്. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. സമയം ഒത്തിരിയായി. ഡ്യൂട്ടിക്ക് പോകാനാണ്. പായിട്ടില്ലേ? വാ ഇരിക്കാം. പിന്നെ നിങ്ങളൊരു കാര്യം അറിഞ്ഞായിരുന്നോ? നമ്മുടെ ആ മത്തായിച്ചാന്റെ മോളില്ലയോ, അതിനെ കുറിച്ച് ആൾക്കാർ എന്തൊക്കെയാ പറയുന്നത്. ആ മോൾക്ക് എന്ത് പറ്റി? കേൾക്കുന്നതിനെ കുറിച്ച് ആൾക്കാർ പറയുന്നത്. കാലത്ത് ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ എങ്ങനെ പിള്ളേർ നശിക്കാതിരിക്കും. സഹോദരി പറഞ്ഞത് ശരിയാണ്. ഓ എന്തൊരു നല്ല കുട്ടിയാണത്. ആ കൊച്ചി ഒരു കുഞ്ഞു കുട്ടിയാണല്ലോ. അതിന്റെ പാട്ടും പ്രസംഗവും കഥയും ഒക്കെ കേട്ട എന്ത് നല്ല ദൈവഭയമുള്ള ഒരു കൊച്ചാണ്. നല്ലൊരു കുട്ടിയാണത്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കാം. നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഇടയ്ക്കൊക്കെ നമുക്ക് ഭാവി വിസിറ്റ്, ഹോസ്റ്റൽ വിസിറ്റ് ഒക്കെ ചെയ്യണ്ടേ? ഒരാത്മാവ് രക്ഷപ്പെട്ട സന്തോഷമാണ്. അതൊക്കെ ശരിയാ. പക്ഷെ ഈ ജോലി കഴിക്കാൻ എപ്പോ സന്തോഷിക്കാൻ സമയം? വീട്ടില് ജോലി ചെയ്യാൻ സമയം കിട്ടില്ല. പിന്നെ എങ്ങനെ സന്തോഷിക്കാൻ പോകും? ഓ എനിക്കാണെങ്കിൽ അച്ഛനില്ല, എങ്ങും പോകാൻ പറ്റില്ല. അച്ഛനാണെങ്കിൽ എന്നും പോകട്ടെ. എന്താ പറയാനാ? സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നലെ